തൃശൂർ പൂരത്തിൻ്റെ വരവറിയിക്കുന്ന പൂരവിളംബരത്തിന് ഇത്തവണയും അവസരം കൊമ്പൻ എറണാകുളം ശിവകുമാറിനാണ്. വിളംബരത്തിനും ഉപചാരം ചൊല്ലി പിരിയലിനും ശിവകുമാറിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. കൊച്ചിൻ ദേവസ്വത്തിൻ്റെ സ്വന്തം കൊമ്പനായ എറണാകുളം ശിവകുമാറിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. നിഖിൽ പ്രമേശൻ റിപ്പോർട്ട്. ഇത് എറണാകുളം ശിവകുമാർ. നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറക്കാൻ ഇത്തവണയും ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് ഇവനാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വന്തം ആനയായ എറണാകുളം ശിവകുമാറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. ഇവനെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. സത്യമോ മിഥ്യയോ അത് വിശ്വസിക്കാനാണ് ആനപ്രേമികൾക്ക് ഇഷ്ടം. 4-ാം വയസ്സിൽ വളരെ കുട്ടിയായിരിക്കുമ്പോഴാണ് എറണാകുളം ക്ഷേത്രത്തിൽ ഈ ആനയെ അവിടെ വെറുതെ കൊണ്ടുവന്ന് കെട്ടിയതാണ്. പിന്നെ ആന എവിടേക്കും പോകുന്നില്ല. പിന്നെ ആ ആനയുമായിട്ട് പോകാതെ വന്നപ്പോൾ അവരൊരു ജ്യോതിഷ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ആന ഇവിടേക്ക് വരേണ്ട ഒരു ആനയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ ആന അവിടെ നടത്തിയത്. ശിവകുമാറിനെ കുറിച്ച് കഴിഞ്ഞ 8 വർഷത്തോളമായി ഒപ്പമുള്ള പാപ്പാൻ സുരേഷ് ഏട്ടനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഷൊർണൂർ സ്വദേശിയാണങ്ങ്. അപ്പോൾ ശിവകുമാറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ കാര്യങ്ങൾ കൊണ്ടും അങ്ങനെ പാപ്പാമാരോടായാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ടൊരു വാശിയൊന്നും ഉള്ള കൂട്ടത്തിൽപ്പെട്ട ആനയല്ല. നമുക്ക് എവിടെയും കൊണ്ടു നടക്കാനും കൊണ്ടുപോകാനും ഒന്നും വലിയ ശല്യമില്ല. അതേപോലെ തന്നെ നല്ല സ്നേഹം എല്ലാവരോടും ഉള്ളൊരു കൂട്ടത്തിലാണ് ഉള്ളത്. കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാരിൽ ഒന്ന് ശിവകുമാറാണ്. അതിൻ്റെ മസ്തകവും അതിൻ്റെ മറ്റേ തുമ്പിക്കൈയും അവൻ്റെ തലയെടുപ്പും അതുപോലെ തന്നെ ഒരു ഗാംഭീര്യം തന്നെയാണ്. പൂരവിളംബരത്തിനും ഒടുവിൽ ഉപചാരം ചൊല്ലി പിരിയാനും അങ്ങനെ പ്രധാനപ്പെട്ട 2 ചടങ്ങുകൾക്കും സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ച കൊമ്പന്മാരിൽ ഒരാളാണ് എറണാകുളം ശിവകുമാർ. അപൂർവം ആനകൾക്ക് ലഭിക്കുന്ന അവസരമാണിത്. തൃശ്ശൂരിൽ നിന്ന് സുമിത് കുമാറിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.